കാഞ്ഞങ്ങാട് റോയി ജോസഫ് കൊലക്കേസിലെ പ്രതി നരേന്ദ്രന്റെ മകൻ മരിച്ച നിലയിൽ. കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രകുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയെ കാശിനാഥൻ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. അരുൺ പാറക്കൽ, കാസർഗോഡ് നിന്ന്. അരുൺ, പിതാവ് ഇന്നലെ ഒരു കൊലക്കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് ഈ സംഭവം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈല്, ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കുട്ടിയുടെ ചെരുപ്പും മുണ്ടും ക്ഷേത്രക്കുളത്തിന് സമീപം കണ്ടെത്തുകയായിരുന്നു. ആ സമയത്താണ് നാട്ടുകാരും അഗ്നിരക്ഷാസേനയും തെരച്ചിൽ നടത്തിയത്. 8:45 മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ കാശിനാഥന്റെ പിതാവ് നരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മരിച്ച റോയ് ജോസഫ് കൊലക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണോ ഈ ഒരു മരണത്തിന് കാരണമെന്നൊരു സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം പുല്ലൂരിലെ ക്ഷേത്രക്കുളത്തിലേക്ക് കുളിക്കുന്നതിനായി എത്തിയതായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ പോയ ശേഷവും കുട്ടിയെ കാണാതായി. അങ്ങനെ നടത്തിയ തെരച്ചിലാണ് ഈ മരണം മനസ്സിലായതെന്ന് പോലീസ് പറയുന്നുണ്ട്. ആത്മഹത്യയാണ് എന്ന് നാട്ടുകാർ അവിടെ നീന്തൽ അറിയാവുന്ന ആളായിരുന്നോ ഈ പറഞ്ഞ കുട്ടി? സുഹേലെ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാവോ? നീന്തൽ അറിയാവുന്ന ആളായിരുന്നോ ഈ വിദ്യാർത്ഥി? കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയി എന്ന് പറയും. അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ +1 വിദ്യാർത്ഥിയെ കാണാതായതിനെ തുടർന്നാണ് പോലീസും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ ആരംഭിച്ചത്. ഈ കുട്ടി കുളത്തിൽ കുളിച്ചിരുന്നു. അതിനുശേഷം ഈ കൂട്ടുകാർ അവിടെ നിന്ന് പോയി. പിന്നീട് കുട്ടിയെ കാണാതായി എന്നാണ് പോലീസും പറയുന്നത്. കാൽ തന്നെ വീണതാണോ എന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ ആത്മഹത്യയാണോ എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഉള്ളത്. ശരി, പിതാവ് കൊലക്കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് മകനെ മരിച്ചതിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറത്തേക്കാണ്